Hello everyone, welcome back and it's me Anamika. പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു നോട്ട്ബുക്കിനെ ഇങ്ങനെയൊന്ന് ടേൺ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു പ്ലാനർ മേക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. 10th +1 +2 എന്നീ ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാനറാണ്. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ പ്ലാനറിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇന്ന് അതേ രീതിയിൽ നമുക്കൊരു പ്ലാനർ മേക്കിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് പ്ലാനർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രോ പേജ് പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ദിസ് പ്ലാനർ ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പിക്ചർ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ടൂലിപ്സ് വരച്ചു കൊടുത്തേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മാസത്തിൻ്റെ തീം പേജ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേജ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മാസത്തിൻ്റെ ഏതാണോ നമ്മുടെ മന്ത് അതിൻ്റെ ഒരു പേര് എഴുതി കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നിട്ട് കുറച്ച് പിക്ചേഴ്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജൂണിലാണ് എല്ലാവർക്കും ക്ലാസ് തുടങ്ങുന്നതും അതേപോലെ നമ്മൾ പുതിയ പുതിയ ക്ലാസ്സിലേക്കൊക്കെ മാറുന്നതും. പക്ഷേ അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോഴേക്കും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. പിന്നെ അത് മാത്രമല്ല കോളേജും ഡിഗ്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മാസത്തിലാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു രീതിയിൽ തീം പേജ് സെറ്റ് ചെയ്തത്. അതിനുശേഷം മെയിൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ താഴെ എഴുതി കൊടുത്തിട്ട് 2-3 ലൈൻസ് പ്ലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മാസത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, വല്ല എക്സാംസോ അല്ലെങ്കിൽ നമുക്ക് വല്ല ഫംഗ്ഷനോ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാണ് കലണ്ടർ പേജ് കേട്ടോ. ഈ മെയിൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുത്തതിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും എഴുതാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ ഒരു കലണ്ടർ പേജ് ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതേ രീതിയിൽ ജസ്റ്റ് ഗ്രിഡ് ലൈൻസ് പ്ലോട്ട് ചെയ്യുന്നത് നമ്മുടെ ഫോണിലൊക്കെ കലണ്ടർ ആപ്പ് ഉണ്ടാവില്ലേ അതേ രീതിയിൽ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. സൺഡേ ടു സാറ്റർഡേ വരെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഡേറ്റ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. 1 to 31 വരെയുള്ള ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ ഇതിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒക്കെ അതിനകത്ത് എഴുതി വെക്കുക. നിങ്ങൾക്ക് മറന്നു പോകുന്ന സ്വഭാവമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മളൊരു പേജ് എടുക്കുക, അതിനകത്തൊരു ജാർ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് എഴുതുക. നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാനർ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ജാറിനകത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ചെറിയൊരു സ്റ്റാറോ എന്തെങ്കിലും ഒരു സിമ്പിൾ നിങ്ങൾ വരച്ചു കൊടുക്കുക. അതായത് ആ ഒരു സ്റ്റാറിൻ്റെ മീനിങ് എന്ന് പറയുന്നത് താങ്ക് യു ഫോർ ദിസ് ഡേ, അതായത് നമ്മൾ ഒരു നന്ദി അറിയിക്കുകയാണ്, ഈ ഒരു ദിവസം എനിക്ക് തന്നതിന് നന്ദി എന്നുള്ളൊരു രീതിയിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് മൂഡ് ട്രാക്കർ കേട്ടോ. ഹാബിറ്റ് ട്രാക്കർ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷേ പിന്നെ ഇത്തിരി എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് റെയിൻ ഡ്രോപ്സ് തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു റെയിൻ ഡ്രോപ്സ് ഇപ്പോൾ ഈ ഒരു മാസത്തിൽ 31 ഡേയ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 31 റെയിൻ ഡ്രോപ്സ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്മൈലി ഇട്ട് കഴിഞ്ഞാൽ ഹാപ്പി, അല്ല വേറെ സാഡിൻ്റെ ഇമോജിയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ. അടുത്തത് സ്റ്റഡി റൂട്ടീന് വേണ്ടിയിട്ട് ചെറിയൊരു കോളമാണ്. നമ്മൾക്ക് നമ്മുടെ റൂട്ടീൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത്ര നേരം പഠിക്കുന്നു, അതൊക്കെ പ്ലോട്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കുറച്ച് ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക. ഒരു 31 ഡേയ്സ് വരുന്ന രീതിക്ക് ആ ഒരു ബോക്സസ് വരുന്ന രീതിക്ക് നമ്മൾ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ അപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഓറഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും നമ്മൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ളത്. ആ ഒരു ഗ്രിഡ് നോക്കുമ്പോൾ ഓറഞ്ച് ആണോ യെല്ലോ ആണോ കൂടുതൽ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് പ്രൊഡക്ടിവിറ്റി സ്കോർ ഓഫ് ദ മന്ത് എന്നും കൂടി എഴുതി കൊടുക്കുക. അതായത് നമുക്ക് തന്നെ തോന്നുമല്ലോ ഞാൻ ഈ ഒരു മാസം എങ്ങനെയായിരുന്നു, ഞാൻ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിരുന്നു അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ഔട്ട് ഓഫ് 10 നമുക്ക് തന്നെ ഒരു ഗ്രേഡ് കൊടുക്കുക. 5 out of 10 or 6 or 10 out of 10 എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള പ്ലാനർ. അപ്പോൾ ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഗനൈസ് ആയിട്ടിരിക്കണം, നമ്മുടെ ഗോളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം, അതേ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ 10th +1 +2 ഒക്കെ പഠിക്കുന്ന ടൈമിൽ. പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ പ്ലാനർ എന്നൊക്കെ പറയുന്നത് നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താലോ അല്ലെങ്കിൽ കടയിൽ നിന്ന് ഓർഡർ ചെയ്താൽ അങ്ങനത്തെ സാധനങ്ങളിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് സാധാ ഒരു നോട്ട്ബുക്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ലാസ്റ്റ് തീം പേജ് ഞാൻ കുറച്ച് മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാനർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.